നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി സോമൻ നായർ കാവുകളാണ്. നമസ്കാരം സാർ. നമസ്കാരം. നാടക, സിനിമ, സീരിയൽ നടനും, കാഥികൻ, കവി, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനുമാണ്. സാർ, ഇതേവരെ താങ്കൾ എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, എത്ര സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഏതെല്ലാം സിനിമകളൊന്നും? 9 സീരിയലുകളിലും അതുപോലെ 7 സിനിമകളിൽ ഇതുവരെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട എൻ്റെ ഓർമ്മയില്ല, ഞാൻ ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറയാം. സിനിമയാണെങ്കിൽ കാട്ടുകള്ളൻ, രക്തസാക്ഷി, പട്ടാഭിരാമൻ, കാപ്പ തുടങ്ങിയ സിനിമകളിലായിരുന്നു. സീരിയലാണെങ്കിൽ സസ്നേഹം, നന്ദനം, ഒരിടത്തൊരു രാജകുമാരി, മഞ്ഞൾ വിരിഞ്ഞ പൂവ്, സ്വാമി അയ്യപ്പൻ, അങ്ങനെ 8-9 സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻകാല നടന്മാർ ആരുമായിട്ടൊക്കെ? അത് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ 1981 ഞാൻ മദ്രാസിൽ ബാങ്കിൻ്റെ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ടി കെ ബാലേന്ദ്ര സാറിനെ കണ്ടു. അദ്ദേഹം ഇപ്പം നമ്മോടൊപ്പം ഇല്ല. എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വരട്ടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ ആദ്യത്തെ ഒരു ചിത്രത്തിൽ എനിക്ക് അവസരം തന്നു, കാട്ടുകൾ. അതിലൊരു ഫോറസ്റ്റ് ഓഫീസറുടെ വേഷമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് രക്തസാക്ഷി എന്ന സിനിമയിലൊരു SIയുടെ വേഷം തന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സിനിമയിലും നസീർ സാർ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ രക്തസാക്ഷിയിൽ അദ്ദേഹം ഒരു പേപ്പറുമായിട്ട് എൻ്റെ സ്റ്റേഷനിൽ കയറി വരുന്ന ആ രംഗമാണ് ഇന്നും അത് ഞാൻ എൻ്റെ മനസ്സിൽ വളരെ ഇതോടുകൂടി ഒരിക്കലും മറക്കാനാവാത്ത. മറ്റ് വേറെ നടന്മാരൊക്കെ അന്നാണ് സോമൻ, അതിവിടെ ഉണ്ടായിരുന്ന സോമൻ, അത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ബഷീർ സാറിനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സീരിയലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സീരിയലിന് അതുപോലെ തന്നെ അത് ചെറിയ വേഷങ്ങളാണ്. 9 എണ്ണത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇത്തരം സീരിയലിനും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് പറയാൻ നടക്കാൻ പറ്റാത്തതുകൊണ്ട് കൺട്രോൾ ചെയ്തു പോകും. കഥാപ്രസംഗ രംഗത്ത് എത്ര വേദികളിൽ കഥ പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്? ഈ കഥാപ്രസംഗത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഈ കലയോട്, ഇതിനോട് അതുപോലെ നാടകത്തിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് സാംബശിവൻ്റെയും കലാമംഗലത്തിൻ്റെയൊക്കെ കഥാപ്രസംഗം കേൾക്കാൻ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ കഥാപ്രസംഗം എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി SME സ്കൂൾ നടത്തി വരുന്ന 1 വർഷത്തെ കഥാപ്രസംഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചേരുകയും 1 വർഷം പഠിച്ച് എനിക്ക് പാസ്സാവുകയും ചെയ്തു. ആദ്യമായിട്ട് ഞാൻ കഥ പറയുന്നത് കൃഷ്ണപിള്ള ഫൗണ്ടേഷനാണ്, പാളയം കൃഷ്ണപിള്ള ഫൗണ്ടേഷനാണ്. അങ്ങനെ ഇപ്പോൾ കഥാപ്രസംഗം അറിയാൻ ഒക്കെ ആണെങ്കിൽ പോലും എനിക്കിതൊരു പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കാൻ ആഗ്രഹം. ഒരു കാലത്ത് ഉത്സവ പറമ്പുകളെയും മറ്റും പ്രകമ്പനം കുറിച്ചിരുന്ന കഥാപ്രസംഗം, നാടകം തുടങ്ങിയ കലകൾ ഏതാണ്ട് അപ്രത്യക്ഷമായതുപോലെയാണ്. എന്താണ് അതിന് കാരണം? ഈ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലകൾ ധാരാളം ഇന്ന് കേരളത്തിലുണ്ടല്ലോ, അതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പഴയ പോലത്തെ പ്രഗത്ഭരായ കാഥികന്മാരിപ്പോൾ കുറവാണ്. അതുപോലെ കഥകൾ. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകരണം. നമ്മുടെ സാംബശിവൻ സാറ് പറഞ്ഞ ഒരു കഥ ഞാനൊരു സ്റ്റേജിൽ അതേപടി അവതരിപ്പിച്ചാണെങ്കിൽ പിന്നെ രാഷ്ട്രീയം കലർന്നു ഈ കഥാപ്രസംഗ കലയിൽ. അതുപോലെ തന്നെ പിന്നെ ആവശ്യമില്ലാത്ത മറ്റേ അസഭ്യം നിറഞ്ഞ തമാശകൾ, ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ. പിന്നെ ഇതിനൊക്കെ ഉപരിയായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമം. ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം കാണാം. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവ് തീർച്ചയായിട്ടും അതാണ് മെയിനായിട്ട് ഈ നാടകത്തെയും പിന്നെ വായനാശീലത്തെയും ഒക്കെ ഒരുപാട് മാറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും സിനിമ വീട്ടിൽ നിന്ന് കാണാം, പണ്ടങ്ങല്ല തിയേറ്ററിൽ പോയി കാണാം. അതിന് അതിൻ്റെതായ ഒരു വ്യക്തത ഉണ്ടായിരുന്നു. അതെ, അതാണ് സംഭവം. എല്ലാവർക്കും വീട്ടിൽ ഇരുന്നാൽ മതി, എൻ്റെ ഫോൺ ഉണ്ടാവില്ല, ഫോണിൽ കൂടി എല്ലാം കാണും. പിന്നെ തന്നെ തിയേറ്ററിൽ പോകണം. സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നതിനെ കുറിച്ച്? സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ 2 കവിതാ സമാഹാരങ്ങളും 2 നോവലിറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
സാഹിത്യ രംഗത്ത് അത് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. പക്ഷെ വളരെ വൈകിയാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. പണ്ടൊക്കെ നമ്മൾ കൊച്ചുനാളിലല്ല കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കവിതകൾ എഴുതും, വായിച്ചു നോക്കും, കീറിക്കളയും. എന്നുവെച്ചാൽ നമുക്കത് യോഗ്യമല്ല എന്നുള്ള ഇതിലാണ് പ്രസിദ്ധീകരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നത്. ഇപ്പം ഒരു 4 ബുക്ക് ഞാൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചു. പുതിയ ബുക്കിന്റെ രചനയിലാണ്. ഉണ്ട്, അതെ. അതുപോലെ അമച്വർ നാടകങ്ങൾ, ഷോർട്ട് ഫിലിം, ഈ വിഷയങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. 1974 മുതൽ ഞാൻ അമച്ചർ നാടക രംഗത്ത് സജീവമാണ്. കാര്യവട്ടം ശ്രീകണ്ഠൻ നായരുടെ രചനയിലും സംവിധാനത്തിലും കൂടിയാണ് ശരിക്കും അഭിനയ രംഗത്ത് കടന്നു വരുന്നത്. അതിന് മുമ്പ് സ്റ്റുഡൻ്റായിരുന്നപ്പോൾ അത് വേറെ കാര്യം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ഇഷ്ടംപോലെ നാടകങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു, മത്സരങ്ങളിൽ പങ്കെടുത്തുമൊക്കെ ചെയ്തു. പിന്നെ കാഞ്ഞാൽമാറ രവിയുടെ ഒരു നാടകം നടത്തും. ഇത് കൂടാതെ ക്ഷേത്രങ്ങളിലും റെസിഡൻഷ്യൽ അസോസിയേഷനിലും മറ്റ് സംഘടനകളിലൊക്കെ ഇഷ്ടം പോലെ മറ്റ് നാടകങ്ങളിൽ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ കലാജീവിതം കടന്നു വരുന്നത്. അതിന് സജീവം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ നിർത്തിയിട്ടില്ല. സ്റ്റേജ് പ്രോഗ്രാം പ്രൊഫഷണൽ നാടകത്തിലേക്ക് പോയില്ല. ട്രിവാൻഡ്രത്ത് തന്നെ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ, പിന്നെ വൈലോപ്പള്ളി സാംസ്കൃതിക ഭവൻ, സത്യൻ ഫൗണ്ടേഷൻ, തീർത്ഥപാത മണ്ഡപം, ഭാരത് ഭവൻ, ഇവിടെയൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 5 വർഷം ആർമിയിലുണ്ടായിരുന്നല്ലോ. യുദ്ധ സമയത്ത് ആ രംഗത്ത് തന്നെ സേവനം അനുഷ്ഠിച്ചതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവാൻ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം MG കോളേജിലായിരുന്നു എൻ്റെ ഡിഗ്രി. അപ്പോൾ NCC ചേർന്നപ്പോൾ തന്നെ ഒരു ആർമി ഓഫീസറാവാനുള്ള മോഹം ഉള്ളിലുണ്ടായി. അത് സത്യാവസ്ഥ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യം ഒരു ക്ലർക്കായിട്ട് ആർമിയിൽ ചേർന്നത്. ആർമിയിൽ ചേർന്നിട്ട് അത് പ്രത്യേക കാര്യം എന്താ വെച്ചാൽ, ആർമിയിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ 6 മാസം ട്രെയിനിങ് കഴിയുമ്പോൾ നമുക്ക് ഓഫീസറായിട്ട് വേക്കൻസി അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത കിട്ടും. അതാണ് ഈ കുറുക്ക് വഴിയെ പോയത്. ശരിക്കും 1-2 പ്രാവശ്യം പോയിട്ട് എനിക്ക് ലഭിച്ചില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ക്ലർക്കൽ പണിയോടെ ചെയ്യുന്നത് നാട്ടിൽ പോകാന്നുള്ള ആ ഒരു ഇതിൽ എൻ്റെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ ഞാൻ തിരിച്ചു വരാനുണ്ട്. പക്ഷേ 5 വർഷമേ ഞാൻ ആർമിയിൽ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അത് ഞാനിപ്പം വളരെ അഭിമാനമായിട്ട് ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുകയാണ്. പശ്ചിമ സ്റ്റാർ എന്ന ആ യുദ്ധത്തിൽ പങ്കെടുത്തതിനുള്ള സ്റ്റാറും മെഡലും എനിക്ക് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ ആർമിയിൽ നന്നായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പ്രായത്തിൽ ഒരു നല്ല പ്രായത്തിൽ ഒരു നല്ല മനസ്സിൻ്റെ ഒരു ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഉടമയാകാൻ സാധിച്ചു എന്നുള്ള വളരെ ഒരു സന്തോഷം. സാർ, അപ്പോൾ ഈ ഔദ്യോഗിക രംഗത്തെ കുറിച്ച് വിശദമായിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ 5 വർഷം ഞാൻ ആർമിയിലുണ്ടായിരുന്നു. ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഡിസ്ചാർജ് വാങ്ങി നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ക്ലർക്കായിട്ട് ജോലി കിട്ടി. അവിടെ ഇരുന്നുകൊണ്ട് ഇരിക്കുമ്പോൾ ബാങ്ക് ടെസ്റ്റ് എഴുതി ഞാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്ലർക്കായിട്ട് ചേർന്നു. 33 വർഷം ബാങ്ക് ജീവിതം കഴിഞ്ഞ് അസിസ്റ്റന്റ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. എവിടെയായിരുന്നു? ഏറ്റവും അവസാനം ഞാൻ സൈനിക് സ്കൂൾ എക്സ്റ്റൻഷൻ കൗണ്ടറിൻ്റെ ചാർജായിട്ടാണ് അവസാനം ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അന്നും ഈ കലാപരമായിട്ടുള്ള കാര്യത്തിനൊന്നും യാതൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമുക്ക് പ്രൊഫഷണൽ നാടകത്തിനൊക്കെ പോകണമെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷമാണ് വീണ്ടും സജീവമാണ് ഈ രംഗത്ത്. അപ്പോൾ സാറിൻ്റെ കുടുംബത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ പേര് രാധാമണി അമ്മാപ്പി എന്നാണ്. VSSC എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെക്രട്ടറി ഇൻചാർജായിട്ട് റിട്ടയർ ചെയ്തു. 2 പെൺമക്കൾ. മൂത്ത മകൾ സീമ, അവളിപ്പോൾ ടൗൺ പ്ലാനറാണ്. രണ്ടാമത്തെ മകൾ സൗമ്യ, അവൾ ടീച്ചറാണ്. 4 ചെറുമക്കളുണ്ട്. മക്കൾക്ക് സാഹിത്യ രംഗത്തേക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ വൈഫായാലും കൊള്ളാം, പിള്ളേരായാലും കൊള്ളാം, മരുമക്കളായാലും കൊള്ളാം, വളരെ സപ്പോർട്ടാണ്. പിന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സഞ്ചാരത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതായത് എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഇതുപോലെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏകദേശമുള്ള മിക്ക സ്ഥലത്തും പോയിട്ടുണ്ട്. അതിന് കാരണം ബാങ്കിൽ നിന്ന് 4 വർഷത്തിലൊരിക്കൽ നമുക്ക് ലീവ് ഫെയർ കൺസെഷൻ LTC പോകാൻ പറ്റും.
അങ്ങനെ എല്ലാ ഈ ചാൻസും ഒരു ചാൻസ് പോലും മിസ് ചെയ്യാതെ ഞങ്ങൾ കുടുംബമായിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം മലേഷ്യയിൽ ഒരാഴ്ച കുടുംബമായി താമസിച്ചു. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം 6 യൂറോപ്യൻ കൺട്രീസ് സന്ദർശിച്ചു വന്നേ ഉള്ളൂ. ഇപ്പോഴും ടൂറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമാണ്. അപ്പൊ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. ഇതുവരെ എഴുതിയാലും എഴുതണം. ഒരു ബുക്ക് തയ്യാറാക്കാനുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. A to Z യാത്ര വരണം ആഗ്രഹം സഞ്ചാരി എന്ന് പറഞ്ഞിട്ടും തുടങ്ങിയ നന്നായിരിക്കും. തീർച്ചയായിട്ടും. അത് ഈ കവിതാ സമാഹാരവും ലേഖന സമാഹാരവും പോലെ അതൊരു വിഷയമാക്കി. തീർച്ചയായിട്ടും അതെന്റെ മനസ്സിലുണ്ട്. പിന്നെ ഇതുവരെ കിട്ടിയിട്ടുള്ള അവാർഡുകൾ, പുരസ്കാരങ്ങൾ, ഈ അവാർഡ് ആദരവുകൾ അത് ആണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടിയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ വലിയ ലെവലെന്നല്ല പറയുന്നത്. റെസിഡൻസ് അസോസിയേഷൻ, ക്ലബ്ബുകൾ, മറ്റ് സാഹിത്യ സാംസ്കാരിക സംഘടനകൾ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ദേശീയ അവാർഡുണ്ടല്ലോ, നമ്മുടെ ഭാരത് സേവക് സമാജിൻ്റെ നോവലിറ്റിന് അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സംസ്ഥാന മധ്യവർജന സമിതിയുടെ നാടകത്തിനുള്ള സംഭവ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് NN പിള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നവമാന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കവിതയ്ക്കുള്ള പിന്നെ കാവലൻ നാരായണ പണിക്കർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. JNS കോളേജ് പോത്തങ്കോടിൻ്റെ സാഹിത്യ പുരസ്കാരം ഇഷ്ടം പോലെ ഇതുപോലെയുള്ള സംഘടനകൾ കിട്ടി. അപ്പോൾ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ആ കലാപരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ അതിലുള്ള തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ചാരിതാർത്ഥ്യം, സംതൃപ്തി ഒന്ന് വ്യക്തമാക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2-3 ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് നമ്മുടെ രാജ അസീസ് എൻ്റെ പുള്ളി നിർമ്മിച്ച അസീസിൻ്റെ കാക്കി എന്ന അവർ ഇതുകൊണ്ട് ഷോർട്ട് ഫിലിമുണ്ട്, അതിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ തന്നെ നോവലറ്റ് ആ പേരിൽ എന്തിരിക്കും, അത് ഷോർട്ട് ഫിലിമായി, അതിൽ അഭിനയിച്ചു. പിന്നെ ഒരു തമിഴ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇത്തരമുള്ള കാര്യം പറയുകയാണെങ്കിൽ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ. ഇന്നും ഈ രംഗത്ത് വലിയ ആളാവണമെന്നോ വലിയ അവാർഡുകൾ കിട്ടണമെന്നോ ആദരവുകളെന്നോ ഒരൊറ്റ ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് ഒറ്റ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് നിങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത് പക്ഷേ ദയവേത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും സ്നേഹവും അവസാനം വരെ ഉണ്ടാവും എന്ന് മാത്രം. അവരുടെ പ്രേക്ഷകരുടെ ആഗ്രഹങ്ങളും അംഗീകാരമാണല്ലോ നമ്മുടെ. തീർച്ചയായിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഏതെങ്കിലും പ്രോഗ്രാം കണ്ട് അവതരിപ്പിച്ച് കഴിയുമ്പോൾ പ്രേക്ഷകരിൽ നിന്ന് എന്തെങ്കിലും തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അംഗീകാരം എന്നല്ല, പലരും വിളിച്ച് നേരിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇവരുടെയാണ്, അതായത് നമ്മുടെ പ്രേക്ഷകർ, അവരുടെ പ്രോത്സാഹനം, അവരുടെ സ്നേഹം. സദസ്സിൽ ഇറങ്ങുമ്പോൾ നമ്മളോട് വലിയ ഒരു അവാർഡ് കിട്ടുന്നേക്കാളും ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. അങ്ങനെ മനസ്സിന് സന്തോഷമുണ്ട്. ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു കവിത ഒരു കുറച്ച് വരികൾ ചൊല്ലിയ. എൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമായ വെയിൽ നാളങ്ങളിൽ അമ്മ വഴി എന്നുള്ള കവിത ഞാൻ ചൊല്ലും. ചെറിയ കവിത. ജനനിയും മമ ജന്മഭൂമിയും മഹത്തരം ചൊല്ലിപ്പടിച്ചു വളർന്നു പണ്ടേ നമ്മൾ. അമ്മതൻ ദുഃഖം പോൽ പവിത്രമൻ ഭാഷ, മുലപ്പാലിനോടൊപ്പം അമ്മ തന്നതും ആ മൊഴി. ഭാഷകൾക്കെല്ലാം മഹത്വമുണ്ടാകിലും ആശയവിനിമയം ഉടൻ സാധ്യം മാതൃഭാഷയിൽ തന്നെ. പെറ്റമ്മ ഒരാൾ മാത്രം, ശേഷം പോറ്റമ്മമാർകളാം. അമ്മയെന്നല്ലയോ കൊഞ്ചിച്ചൊൽവതാദ്യം പിഞ്ചു പൈതങ്ങൾ. ഭാഷയെ മാനിച്ചീടിൽ അത് താൻ മാതൃവന്ദനം. ഭാഷ തൻ മേന്മ ഏറിടട്ടെ മേൽക്കുമേൽ. കാഴ്ചശക്തി പോൽ മുഖ്യം മാതൃഭാഷ മനുഷ്യന്. മറ്റു ഭാഷകൾ നമ്മൾക്കോ കണ്ണടകൾ ഓർക്കുക.
കാഴ്ച നശിച്ചിടുകിൽ നമുക്കെന്തിനു കേവലം കാഴ്ച വസ്തുവായി മാറും വെറും കണ്ണടച്ചില്ലുകൾ. കാഴ്ച നശിച്ചിടുകിൽ നമുക്കെന്തിനു കേവലം കാഴ്ച വസ്തുവായി മാറും വെറും കണ്ണടച്ചില്ലുകൾ. തായ്മൊഴിയല്ലയോ നമ്മൾക്ക് ഉയിരേകുന്ന വായുവും, തായ്മൊഴിയല്ലയോ നമ്മൾക്ക് ഉണർവേകുന്ന വെള്ളവും. വായുവും വെള്ളവും കൂടാതുണ്ടോ മാനവ ജീവിതം? അമ്മതൻ മൊഴിതാനെന്നും അമൃതാനന്ദരസായനം. നന്നായിരിക്കും. നല്ല ഒരു കവിത അമ്മയെ പറ്റി ആണെങ്കിലും എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ ഇത്രയും സമയം ഇത്രയും നേരം ഈ ഒരു അഭിമുഖത്തിന് വേണ്ടി ചെലവഴിച്ചതിന് അങ്ങേയറ്റം സന്തോഷം. നന്ദി, നമസ്കാരം.